ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മടിയായിട്ട് വീഡിയോ ഇടാതെ അങ്ങനെ നിന്നാട്ടോ. അപ്പോൾ പിന്നെ ഇതാണ് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞ് ഡേ ഔട്ട് എടുക്കാൻ ചെയ്തിട്ട് രാവിലെ 8:30 ആയിട്ടുണ്ട്. നമ്മളെ മക്കളൊക്കെ നീച്ച് ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കള കിടക്കുന്ന കോലാട്ടോ ഇത്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അത് നമ്മൾ ഇച്ചൂസ് വന്ന് എന്തൊക്കെയോ അംഗനവാടിയിൽ പോകൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. കുറേ നാളായില്ല ഇപ്പോൾ പോയിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു രണ്ട് ചട്ടന്തികളും ഭയങ്കര വികൃതി കേട്ടോ. വികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. ആ ഗ്യാപ്പിലിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. അപ്പോൾ അതാണ് ഞാൻ ക്ലീനിങ്ങിലേക്ക് കിടക്കണം. ഒരു ലോഡ് പാത്രങ്ങളുണ്ട്. എന്തും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പണി എന്തായാലും ഇന്നത്തെ കഴിയും. അപ്പോൾ നമുക്കത് ഈ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളെ വീഡിയോസ് ഒരുപാട് പേർക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ കമൻറ്റിലൂടെയും അല്ലാതെയും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഉള്ളത് വെച്ച് ഞാൻ ഒരുപാട് ഹാപ്പി ആട്ടോ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, കണ്ണ് തെറ്റുന്ന നേരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെ ചട്ടമ്പി അമ്പുടും ഇച്ചുവിൻ്റെ ചെവി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇച്ചുവിനാണെങ്കിലും അമ്പുടുവിനെ ഇപ്പോൾ പേടിയാണ്. കാണുമ്പോഴേക്ക് അവൻ കണ്ടം വഴി ഓടിപ്പോവും. അതാണ് അവനിപ്പോൾ. നല്ല രസമായിട്ടോ, രണ്ടാളുള്ളതുകൊണ്ട് നേരം പോകുന്നതേ അറിയുന്നില്ല. നമ്മൾ വിഷുവും എല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ആഘോഷിച്ച് അതിൻ്റെ ക്ഷീണത്തിലൊക്കെയാണ് ഇപ്പോൾ. പിന്നെ നമ്മൾ ഒന്ന് കറങ്ങിയടിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മളെ നോർമൽ ലൈഫിലേക്ക് പോവാം. ഇനിയെങ്കിലും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്നൊക്കെ കരുതുന്നു. പിന്നെ നമുക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോസ് വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. കൂടുതലായിട്ട് വരുന്ന ക്ലീനിങ് വീഡിയോ ചെയ്യാനൊന്നും ഇപ്പോൾ ഒരു മൂഡില്ല. അതുകൊണ്ടാണ് പിന്നെ ക്ലാസ്സിൻ്റെ ഇതും കഴിയാനായതുകൊണ്ട് അതിൻ്റേതായ വർക്കും കാര്യങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ നീങ്ങുന്നുണ്ട്. പിന്നെ നമ്മളെ കിച്ചണൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കണം എന്നൊക്കെ കരുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകിച്ച് കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും അടങ്ങിയിരിക്കാമല്ലോ എന്ന്. പിന്നെ നല്ല ചൂടല്ലേ, ചൂടൊന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ വെള്ളമൊക്കെ നിറച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ നമ്മളെ ഈ ചാപ്പിക്കൂട്ടം ഫ്രിഡ്ജിൽ നിന്ന് ഒരു മുട്ട എടുത്തുകൊണ്ട് വന്നു ബുൾസ ഉണ്ടാക്കി തരണം. നമുക്ക് ബുൾസ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അവനൊരു ബുൾസ, അവനും അമ്പുടക്കൂട്ടനും ബുൾസയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ചായയൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് കഴിഞ്ഞാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. പണികളൊക്കെ എടുക്കാനൊരു ഉഷാറുണ്ടാവുള്ളൂ. പിന്നെ പണി കഴിഞ്ഞിട്ട് കുളിക്കാൻ നിന്നാൽ നേരം കിട്ടുമല്ലോ കേട്ടോ. പിന്നെ നമുക്ക് ക്ലാസ്സിന് പോകണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്ലാസ്സിന് പോകാൻ വേണ്ടി. അപ്പോൾ അമ്പുട് കൂട്ട് അപ്പേക്ക് എൻ്റെ മേത്ത് കയറി. അത് കഴിഞ്ഞ് ഇച്ചുവിനും അമ്പുടനും ബുൾസയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇച്ചുവിനും ഉണ്ടാക്കി കൊടുക്കണ നേരം കൊണ്ട് അമ്പുട് കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് എൻ്റെ വീഡിയോ ക്ലിപ്പ് കിട്ടിയില്ല. പിന്നെ നമുക്കൊന്ന് കഴിക്കാൻ ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ച് മക്കൾക്ക് ഓട്സ് ഉണ്ടാക്കി കൊടുത്തു. ഓട്സ് വേണമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഓട്സും ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ പോന്നു. പിന്നെ നമ്മളെ ഇച്ചുകുട്ടൻ അംഗനവാടി പോവാണ്. ടാറ്റാ ബൈ ബൈ ഒക്കെ തന്ന് അമ്പുടൂട്ടം നോക്കിക്കാണുള്ള ഈശ്വരന് ഞാൻ ആരെ തല്ലി ശരിയാക്കുന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പാവണ്ടോ, ഭയങ്കര സ്നേഹം പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. അടുക്കള ഭാഗത്തൊക്കെ പോയി ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും പോകുന്നവരെ. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോകാമെന്ന്, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് പോവാമെന്ന് കരുതി. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ കമൻറ്റ് ചെയ്യട്ടോ. നമ്മളെ വിഷുക്കോടി കേട്ടോ. അപ്പോൾ അമ്പൂടെ എൻ്റെ പുറകെ തന്നെ ഉണ്ട് ഓരോന്ന് നുള്ളി പറക്കി വെച്ചിട്ട് ഞാൻ പോകാനുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്പൂടുവിനെ കരയിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. നമ്മളെ ട്രൈപ്പോഡൊക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.